എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കും പുതിയൊരു രാജ്യത്തേക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഒമാനിലാണ്. ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും അറിയില്ല. മസ്കറ്റ് എന്ന് പറയും. ഒമാൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും മസ്കറ്റ് എന്ന് പറയുന്ന സ്ഥലം ഒമാനിലാണെന്ന് അധികം ആർക്കും അറിയില്ല. ഒമാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് മസ്കറ്റ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മസ്കറ്റിലാണ്. ഞാൻ ഇവിടെയാണ് കുറേ നാളുകളായിട്ട് ജോലി ചെയ്യുന്നത്. ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2010 മുതൽ. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ വ്ളോഗുകളെല്ലാം നിങ്ങൾ കണ്ടത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ എടുത്ത വീഡിയോകളാണ്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് മസ്കറ്റിലെ വീഡിയോകളായിരിക്കും കൂടുതലും വരുന്നത്. മസ്കറ്റിലെ ഒമാനിലേക്ക് പല കാഴ്ചകൾ, റോഡുകൾ, ഇവിടുത്തെ രീതികൾ, ഇവിടുത്തെ സ്ഥലങ്ങൾ, ഇവിടുത്തെ ആൾക്കാർ, ഇവരെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകളായിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, വീഡിയോ കാണുക. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രം ഇവിടെ നടക്കുന്ന ഒരു മാർക്കറ്റുണ്ട്. അതായത് ഫ്രൈഡേ മാർക്കറ്റ് അല്ലെങ്കിൽ ജുമ്മ മാർക്കറ്റ് എന്ന് പറയും. അത് നമ്മുടെ വീടിന്, ഞാൻ താമസിക്കുന്നതിനടുത്ത് തന്നെയാണ് ഫ്രൈഡേ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, പുതിയ സാധനങ്ങളും വിൽക്കുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ സ്വദേശികളാണ് കൂടുതലും വിൽക്കുന്നതും കൂടുതൽ വാങ്ങുന്നതും അവർ തന്നെയാണ്. അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ പോകാൻ പറ്റുമെങ്കിൽ ഫിഷ് മാർക്കറ്റും കൂടെ നിങ്ങളെ കാണിക്കാം. അത് മത്രേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ. ആ കാണുന്നതാണ് ഫ്രൈഡേ മാർക്കറ്റ്. ഒരു ഷെഡ് പോലെ പണിഞ്ഞിട്ടിട്ടുണ്ട്, അങ്ങേയറ്റം വരെയുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രമേ ഇത് സജീവമാകത്തുള്ളൂ. ഇവിടെ കച്ചവട സ്ഥാപനങ്ങളായിട്ടല്ല, സാധാരണ ഷെഡിൻ്റെ അകത്ത് കൊണ്ട് അടുക്കി വെച്ച് സാധനങ്ങൾ വിൽക്കുന്നതേ ഉള്ളൂ. അത് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ആ ഷെഡ് കാലിയായിരിക്കും. അവിടെ കച്ചവട സ്ഥാപനങ്ങളൊന്നും കാണത്തില്ല. വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ കാണും. ഈ സെയിൽ ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ കച്ചവടം കാണും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴയ ടേബിളുകൾ, സോഫാസ് ഒക്കെ കൊണ്ടിട്ടുണ്ട്. എന്തും കാണും, എന്തും പഴയ സാധനങ്ങൾ ഇവിടെ കാണും. പഴയ കബോർഡുകൾ, പഴയ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, കൂളിംഗ് ഗ്ലാസ്സുകൾ, പഴയ ഓവൻ. പഴയത് മാത്രമല്ല, പുതിയ സാധനങ്ങളും വിൽക്കും ഇതിൻ്റെ ഇടയ്ക്ക്. കിച്ചൺ ഐറ്റംസ്, തുണികളൊക്കെ പുതിയതാണ് കേട്ടോ, പഴയതല്ല. ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്. ഇവിടുത്തെ ഒമാനികൾ തലയിൽ വെക്കുന്ന തൊപ്പിയാണ് അവരുടെ. കണ്ടില്ലേ, മൊബൈലിൻ്റെ കവറുകൾ കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നുണ്ടല്ലേ. എല്ലാം മിക്ക മോഡലിൻ്റെയും കാണും. ഇതിനകത്ത് തപ്പിയെടുക്കുന്നതാണ് പാട്. എല്ലാ മോഡലിൻ്റെയും ബാറ്ററി വരെയുണ്ട്. ബാറ്ററി നോക്കിയയുടെയാണെന്ന് തോന്നുന്നു, പഴയ.
സാംസങ്ങിൻ്റെ കവറ്, ഗാലക്സി നോട്ട്. ലേശ് അതാ കലം അതാ ഏതാ ഉമ്മ ഉമ്മ വാ. ആ തലയിൽ വെക്കുന്ന തൊപ്പിയുടെ പേരാണ് ഞാൻ ചോദിച്ചത്. ഹുമ്മാന്ന്. ഹുമ്മ ഹുമ്മ ഇതാ ആ തൊപ്പി ഹുമ്മ. മലയാളം പറഞ്ഞ കേട്ടോ തൊപ്പിയിലോ. മോതിരങ്ങൾ കണ്ട ಕೆಂಪು ಎಲ್ಲದ. ಹಲೋ നല്ല ചൂടാണ്, നല്ല ചൂട് വെയിലും ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ഈ ഉത്സവത്തിന് കച്ചവടം നടത്തില്ലേ, അതേപോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. വാഷിംഗ് മെഷീന് അല്ലെങ്കിൽ വാഷിംഗ് മെഷീന്, ടി വി അങ്ങനെയുള്ള ഐറ്റംസ്, ഫ്രിഡ്ജ്, സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരും. ആ ഭാഗത്തോട്ട് പിന്നെ സ്ത്രീകളുടെ ഐറ്റംസാണ്, പർദ്ദ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഐറ്റംസാണ്. നമ്മളന്നേരം അങ്ങോട്ട് പോകുന്നില്ല. ടൂൾസ് ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ അകത്തുണ്ട് പഴയതും പുതിയതായിട്ടുള്ള ഐറ്റംസ്, ടൂൾസ് ഐറ്റംസ്. ഇവിടെ കൂടുതലും പിന്നെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മുടെ ആൾക്കാർ കുറവാണ്, വാങ്ങുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാരും വന്ന് വാങ്ങുന്നുണ്ട്. പക്ഷേ കൂടുതലും സ്വദേശികൾ തന്നെയാണ്, ഒമാനികൾ തന്നെയാണ്. പഴയ ഓവന്, ക്യാഷ് എണ്ണുന്ന മെഷീന്, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ്. ടെൻറ്റ്, ഇതും പഴയതാണ്. ടെൻറ്റ്, വാക്വം ക്ലീനർ, ഫാന്. സാധാരണ ഇവിടെ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നതാണ്, ഉണ്ടെന്ന് തോന്നുന്നു. ആ ഇവിടെ ഇപ്പോൾ മല കണ്ടോ? നിങ്ങൾ ഒരുപാട് മലകൾ കാണാൻ കിടക്കുന്നത്. കാരണം മസ്കറ്റ് മൊത്തവും മലകളാണ്, ഇതേപോലുള്ള മണ്ണ് മലകളാണ്. അതൊക്കെ പിന്നീട് കാണിക്കാം, അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. അയ്യോ വലൈക്കും मोबाइल है कैमरा वीडियो है? वीडियो कैमरा। हाँ वीडियो कैमरा, मोबाइल नहीं है। मोबाइल में नहीं तो हाँ सिटी सेंटर की मौजूद इलेक्ट्रॉनिक शॉप 160 बस वीडियो कैमरा पूरा नहीं, वीडियो है बस। वीडियो फी, स्टिल फी, कैमरा क्लियर है, बहुत अच्छा है। अय्यो अच्छा 4K। ओके भैया शुक्रिया। और मैं सोचा मोबाइल इससे ना അപ്പോൾ അവന്മാരൊരു സ്വദേശികൾ അറബികൾ. ഇതാണ് ഒരു ലൂലു, ചെറിയൊരു ലൂലാണ്. വാദിക്കബീർ ലൂലു എന്ന് പറയും, ചെറിയൊരു ലൂലാണ്. ഇതുപോലെ ഒരുപാടെണ്ണം മസ്കറ്റിൻ്റെ ഒരു 50-60 കിലോമീറ്ററിനകത്ത് ഉണ്ട്, പല വലിപ്പത്തിലുണ്ട് ലൂലു. അപ്പോൾ നമ്മളിനി മത്രയിലോട്ട് പോവാം, മത്ര ഫിഷ് മാർക്കറ്റിലോട്ട് പോവാം. ഫിഷ് മാർക്കറ്റും കൊണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അയ്യോ ഭയങ്കര ചൂട്. വിയർത്ത് വേണ്ട, നല്ല ചൂടുണ്ട് പുറത്ത്. അപ്പോൾ ശരി, ഇനിയിപ്പോൾ മത്ര ഫിഷ് മാർക്കറ്റിലോട്ട് പോകാം, അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ. മത്ര എന്ന് പറയുന്ന സ്ഥലപ്പേരാണ്. അവിടെ കുറേ കാഴ്ചകളുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോയി ഫിഷ് മാർക്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ നമ്മളിപ്പം ഫിഷ് മാർക്കറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഈ കണ്ണാടി വെച്ചേക്കുന്ന ചോദിക്കുന്നില്ല, ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ആവശ്യ വസ്തു തന്നെയാണ് ഈ കണ്ണാടി. കാരണം നല്ല ലൈറ്റായിരിക്കും, നല്ല പ്രകാശവും വെയിലിന് നല്ല കാഠിന്യമായിരിക്കും.
അന്നേരം ഗ്ലാസ് വെക്കാതെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ണിങ്ങനെ ചുരുക്കി പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സാധാരണ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഇവിടെ ഗ്ലാസ് വെക്കാറുണ്ട്. അത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ല സ്റ്റൈലിന് വേണ്ടിയല്ല, ഒരു ആവശ്യം വസ്തു തന്നെയാണ്. അപ്പം ഇതാണ് ഫിഷ് മാർക്കറ്റ്. കണ്ട ഒരു ചെറിയൊരു എയർപോർട്ടിൻ്റെ ഡിസൈനൊക്കെയാണ്. ഫിഷ് മാർക്കറ്റ് മത്ര ഡിസൈനൊക്കെ കിടിലാണ്. എൻ്റെ ടോപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. ടോപ്പിൻ്റെ ഡിസൈൻ ഇത് വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം ഉണ്ട്. വെജിറ്റബിളും ഫിഷ്, മീറ്റ് എല്ലാം ഇതിൻ്റെ അകത്ത് പല സെക്ഷനിലായിട്ടുണ്ട്. ഈന്തപ്പഴം നല്ലോണം പഴുത്തിട്ടില്ല, പകുതി പഴുത്ത സ്റ്റേജിലുള്ള. ഇത് കുറച്ച് വലിയ ടൈപ്പ് ഈന്തപ്പഴം, അതിൽ ചെറുത്. ഇത് വേറെ ഐറ്റം. ഇതാണ് ഫിഷ് മാർക്കറ്റ്. ഈ മീൻ കിടക്കുന്ന ഈ ട്രേ ഉണ്ടല്ലോ, ഇത് ഫ്രീസറാണ്. ഇതെപ്പോഴും തണുപ്പ് നിലനിർത്തും, ഐസിട്ടാലും മുരിയെ പോകില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലെ സ്വന്തം മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയും. ഒരു റിയാലിന് ഒരു 2.5 കിലോ അടുപ്പിച്ച് കിട്ടും. കണ്ടില്ലേ, ഇത് 1 റിയാലിൻ്റെ ആണ്. 1 റിയാൽ എന്ന് വെച്ചാൽ നാട്ടിലെ ഒരു 180 രൂപ അടുപ്പിച്ച് വരും. ഗൾഫ് രാജ്യത്തൊക്കെ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും മലയാളികളായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും മീൻ വിൽപ്പനയൊക്കെ നടത്തുന്നത്. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. എല്ലാം ഒമാനികൾ തന്നെയാണ്. ഒമാനികൾ തന്നെ മീൻ വിൽക്കുന്നത് അല്ലെങ്കിൽ ഫിഷ് കട്ട് ചെയ്യുന്നത് എല്ലാം അവർ തന്നെയാണ്. അപ്പം മീൻ കടലിൽ നിന്ന് കൊണ്ടുവന്ന് കയറ്റുന്ന സ്ഥലം കാണിച്ചു തരാം. മാർക്കറ്റിനോട് ചേർന്ന്, ഇത് മാർക്കറ്റിൻ്റെ വേറൊരു വഴിയാണ്, പുറത്തോട്ടിറങ്ങുന്ന വഴിയാണ്. ഫ്രഷ് മീൻ കൊണ്ടുവന്നുണ്ട് കടലിൽ നിന്ന്. അത് മാർക്കറ്റിൻ്റെ ബിൽഡിംഗ് ആണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ കടൽ. കടലിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ മാർക്കറ്റ് കൊണ്ടത് ഇവിടെ ഇട്ട് വല അഴിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ചാള,
ചേർന്ന് കടൽ. അപ്പോൾ ഇവിടുന്ന് ഒരു വാക്ക് വേ പോലെ പണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്, നമുക്കത് പിന്നൊരു ദിവസം വരാം, അത് ഷൂട്ട് ചെയ്യാം. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കണ്ടുണ്ട് പില്ലർ ഉയർന്നിരിക്കുന്നുണ്ടോ. അത് ഈ സൈഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിംഗ് ബോട്ടുകൾക്ക് വന്ന് അടുത്ത് കിടക്കാനുള്ളതാണ്. കണ്ട് അവിടെ ലോക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് ഫിഷിംഗ് ബോട്ടുകൾ. പിന്നെ അങ്ങ് വരെ ഇപ്പം നല്ല വെയിലാണ്, നല്ല വെയിലും നല്ല ചൂടുമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, പിന്നൊരു ദിവസം വരാം. നമുക്ക് ഈ കാണുന്ന സ്ഥലമാണ് മത്ര എന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടല്ലേ, രാത്രി കാണാൻ നല്ല ഭംഗിയാണ് അവിടെ. നമുക്ക് പിന്നൊരു ദിവസം ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം. മത്രയുടെയും അവിടെ ഒരു സൂക്കൊക്കെ ഉണ്ട്, മത്ര സൂക്ക് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകമൊക്കെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം. നല്ല ചൂട്. അപ്പം ഇന്നത്തെ വീഡിയോ കൂടെ തീർന്നു. ഇനിയിപ്പം പുതിയ വീഡിയോസ് മസ്കറ്റിലെയും ഒമാനിലെയൊക്കെ കുറച്ച് പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. മസ്കറ്റിലെ ഈന്തപ്പഴം പച്ചയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഈന്തപ്പഴമായിട്ടില്ല, പച്ചിച്ചിരിക്കുക. ഇനി ഇത് മഞ്ഞ നിറമായി കഴിയുമ്പോഴത്തേനും വിളയും, അത് കഴിയും പഴുക്കും. ഇന്ന് ജൂൺ 15. അപ്പം വിളയുമ്പോഴുള്ള വീഡിയോ ഞാൻ എടുത്ത് കാണിക്കാം, അത് കഴിഞ്ഞ് പഴുക്കുമ്പോഴുള്ള വീഡിയോ എടുത്ത് കാണിക്കാം. ഇത് ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ളതാണ്, ചെറിയ മരമാണ്, ഇത് വിവരമല്ലാണ്ടല്ലേ, ചെറിയ മരം. അവിടെ നിൽപ്പുണ്ട്, ഈ ഭാഗത്ത് നിൽപ്പുണ്ട്, ഇതിൻ്റെ കൂടെ ഒരു മാവ് നിൽപ്പുണ്ട്. നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട പച്ച നിറത്തിലുള്ള ഈത്തപ്പഴമാണിത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പം വിളഞ്ഞ് യെല്ലോ കളറായിട്ടുണ്ട്. ഇനിയൊരു വീഡിയോ, പഴുത്ത് നിൽക്കുന്ന വീഡിയോ നിങ്ങളെ ചിലപ്പം കാണിക്കാൻ പറ്റില്ല, കാരണം അന്നുള്ളതിനെയും കാട്ടി ആൾക്കാർ പറിച്ചുകൊണ്ട് പോയതാണ്. കൈ എത്തുന്ന ദൂരത്തായതുകൊണ്ട് വരുന്നവരും പോകുന്നവരും എല്ലാം പറിച്ച് ഓരോ കടി അടിക്കും, ഇവിടെ കളയും. ഈ ഒരു കൊല ഉണങ്ങിപ്പോയി. ഇവിടെ പഴുത്ത് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു, പഴുത്തിട്ടില്ല. കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് കിട്ടിയായിരുന്നു, നല്ല പഴുത്ത് തരണം. ID call.